തിരുവനന്തപുരത്ത് മാളിലെ സംഘർഷത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഡിജിപി റവാഡ ചന്ദ്രശേഖർ. 100% കർശനമായ നടപടി സ്വീകരിക്കും. ഉദ്യോഗസ്ഥനെതിരെ പരാതിയുണ്ടെങ്കിൽ അതും അന്വേഷിക്കുമെന്നും പോലീസ് മേധാവി വ്യക്തമാക്കി. ആരെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് ഇത് അക്രമം ഉണ്ടെങ്കിൽ അത് ശക്തമായ നടപടി സ്വീകരിക്കുന്നതാണ്. അത് 100% വി ടേക്ക് എ പ്രോപ്പർ ആൻഡ് സ്ട്രോങ് ആക്ഷൻ എഗൻസ്റ്റ് എനി അറ്റാക്ക് ഓൺ ദ പോലീസ് പേഴ്സണൽ. അത് അങ്ങനെയുള്ള പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പ്രോപ്പർ അന്വേഷിക്കും. അവർക്കെതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. മനീഷ് മഹിപാലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. മനീഷ്, വലിയ ചർച്ചയായി വിവാദങ്ങളായി ഇതിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉയരുകയും ചെയ്യുന്ന ഈ ഘട്ടത്തിൽ എന്താണ് പോലീസ് മേധാവിയുടെ വാക്കുകൾ? ശ്രുതി, ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസുപരമായ ഒരു അന്വേഷണമാണ് ഈ വിഷയത്തിൽ നടത്തുന്നത്. ആദ്യം ഇതിന്റെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് വഞ്ചൂർ പോലീസാണ്. പക്ഷേ വഞ്ചൂർ പോലീസിന്റെ ഭാഗത്ത് വലിയ വീഴ്ച ഉണ്ടായി എന്നുള്ള വലിയ വിമർശനം പോലീസ് അസോസിയേഷനിൽ നിന്ന് തന്നെ ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അത് ഫോർട്ട് ACPക്ക് വിശദമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അതിന്റെ ഭാഗമായി തന്നെ ഇന്ന് അന്വേഷണ അന്തിമ റിപ്പോർട്ട് കൈമാറും. അതിലെ ഉള്ളടക്കം, അതായത് ഈ കേസിൽ വഞ്ചൂർ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ല, പ്രാഥമികമായി എടുത്ത നടപടിക്രമങ്ങൾ വീഴ്ച പറ്റിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. അതായത് ഈ കേസിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ SFI നേതാക്കൾ, SFI പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഈ CPO മിഥുൻ റോയി ഉപദ്രവിക്കുന്ന സമയത്ത് അവർ ഇടിച്ചത് കൈകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു നിസ്സാര വകുപ്പുകൾ ചുമത്താവുന്ന തല്ല് അടിപിടി കേസുകൾ മാത്രമായി അത്തരം വകുപ്പുകൾ മാത്രമാണ് SFI പ്രവർത്തകർക്കെതിരെ ചുമത്തിയത്. പക്ഷേ ഈ കേസിൽ ഇടിവള ഉപയോഗിച്ച് പ്രത്യാക്രമണം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കാമെങ്കിലും ഇടിവള ഉപയോഗിച്ച് ആക്രമിച്ചത് മിഥുൻ റോയാണ്, CPO മിഥുൻ റോയാണ്. അതുകൊണ്ട് തന്നെ ആ തെളിവുകൾ CCTV ദൃശ്യങ്ങളിലൊപ്പം തന്നെ ഈ SFI പ്രവർത്തകരടക്കം പകർത്തിയ ദൃശ്യങ്ങൾ വ്യക്തമാണ്. അങ്ങനെ ഇടിവള ആയുധം എന്ന രീതിയിൽ കണക്കാക്കുന്നതിനനുസരിച്ചാണ് നിലവിൽ മിഥുൻ റോയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയത്. ആ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയതിൽ നിലവിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ല എന്നാണ് പ്രാഥമികമായ റിപ്പോർട്ടിലെ ഉള്ളടക്കം. അതിലിപ്പോഴിതാ വിശദമായ അന്വേഷണം, അതായത് നിലവിൽ ഈ സംഭവം നടന്ന മാൾ ഓഫ് ട്രാവൻകൂറിലെ മുഴുവൻ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കാൻ ഒരുങ്ങുകയാണ്. അത് പരിശോധിച്ച ശേഷം അന്തിമ റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷം സിറ്റി പോലീസ് കമ്മീഷണറായിരിക്കും ഈ ഒരു വിഷയത്തിൽ നിലവിൽ DGP അടക്കം ഇടപെട്ടത് കൊണ്ട് തന്നെ വിശദമായി അന്വേഷിച്ച് വകുപ്പുകളിൽ മാറ്റങ്ങൾ ചിലപ്പോൾ വരുത്തിയേക്കാം. ചിലപ്പോൾ SFI പ്രവർത്തകർക്കെതിരെ അധികമായ വകുപ്പുകളോ അല്ലെങ്കിൽ നിലവിൽ CPOക്കെതിരെ ഏതെങ്കിലും വകുപ്പുകൾ കുറയ്ക്കാനോ സാധ്യതയുണ്ട്. നിലവിൽ ഈ കേസിൽ CPOയ്ക്കൊപ്പം ഉണ്ടായിരുന്ന പെൺസുഹൃത്തിനെതിരെ ചുമത്തിയിട്ടുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ടായിരിക്കും കോടതിയിൽ കൈമാറുക. ശ്രുതി, വ്യക്തമാണ്. മനീഷ് മഹിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.